ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 8 മണിയായപ്പോൾ എണീറ്റ്, 8:30 വീട്ടിൽ വന്നിരിക്കുമോ. 10 മണിക്ക് ക്ലാസ് ഉണ്ട്. ഇപ്പം പോലും 8:30 ആയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമോ. 8:15 കഴിഞ്ഞു. അതാ പറഞ്ഞേ, എണീറ്റ് വന്നിരിക്കുമോ. പിന്നെ നമ്മുടെ വീട്ടിൽ വേറെ 3-4 കൂട്ടുകാർ, അതിഥികൾ എന്നാ ഇവരെയൊക്കെ പറയുന്നില്ലയോ, എല്ലാം വന്നിരിക്കുന്ന കണ്ടോ. ഓട് നശിപ്പിക്കാനായിട്ട് വന്നേക്കുമോ. കണ്ട, പെരുമണ്ട നശിപ്പിക്കാൻ വന്നിരിക്കുന്ന ആൾക്കാരെ കണ്ടോ. അപ്പോഴത്തേനും അവിടെ നൃത്തം തുടങ്ങി. നമുക്കൊന്ന് കാണാം നൃത്തം. കണ്ട, നൃത്തമായിരുന്നു, ഭയങ്കര നൃത്തമായിരുന്നു. എന്നെ കണ്ടപ്പോഴത്തേക്കും കയറി പോകുന്ന കണ്ടോ എല്ലാവരും ഇവിടെ. കണ്ടോ, എത്ര എണ്ണമെന്നറിയോ? 5-6 എണ്ണം ഉണ്ട്. കണ്ടോ, ഒരാൾ ആടുമായിരുന്നു. എൻ്റെ സൗണ്ട് കണ്ട് കയറിപ്പോന്നു. ഇവനായിരുന്നു നിന്ന് ആടിക്കൊണ്ട് നിന്നത്. കണ്ടോ, ഇവർ കയറിക്കഴിഞ്ഞാൽ ഇവർ മൊത്തം അങ്ങ് നശിപ്പിച്ച് കളയും. ഓടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങും. അജു ആണെങ്കിൽ പിന്നെ അങ്ങോട്ട് കുടലിലോട്ട് പോയി. നേരെ ഇരുട്ടാറായി. പിന്നെ നാളെ അവർക്ക് മലയാള സെക്കൻഡിൻ്റെ പരീക്ഷയാണ്. അപ്പം അവർക്ക് ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. അവരെ ക്ലാസ്സില്ല, അവരെ സ്കൂളിൽ അങ്ങനെ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ അവർ ടീച്ചർമാർ സാറന്മാരും പിന്നെയും അവർ ക്ലാസ് എടുക്കും. ഞാനാണ് ഈ താഴോട്ടൊന്ന് ഇറങ്ങി വന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുയലിന് ഒരു ശകലം എന്തെങ്കിലും ഒരു വയറായോ പോച്ചയോ ഒക്കെ ഇച്ചിരി പറിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞ് പേടിയാണ് ഇങ്ങോട്ട് ഈ സമയത്ത് ഇറങ്ങി വരാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയൊരു പന്നി കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടായിരുന്നു. ഇവിടെ കിടന്ന് എന്തോ ചാട്ടമായിരുന്നു എന്നറിയോ. ഇച്ചിരി വയറാ വരച്ച് അവന് കൊണ്ട് കൊടുത്ത് അവനത് തിന്നുകൊണ്ട് ഇവിടെ കിടന്നോളും. അതൊരു ശകലമൊന്നും നുള്ളി പറിക്കാൻ ഇതൊക്കെയുണ്ട്. നേരത്തെ നമ്മുടെ ആടുള്ളപ്പോൾ അവർ തിന്നുമായിരുന്നു. അതിന് വേണ്ടാന്ന് പറഞ്ഞാൽ കൊണ്ടുവരല്ലേ എന്ന് പറഞ്ഞാലും അജുവിൻ്റെ ഇഷ്ടമുള്ള സാധനം, ജീവനുള്ള സാധനങ്ങളെയൊക്കെ കൊണ്ടുവരും. ഞാനാവുന്ന പറഞ്ഞു നമുക്ക് വേണ്ട, നമുക്കിനി ഇതൊന്നും വേണ്ട എന്ന് കേൾക്കത്തില്ല. വഴക്ക് പറഞ്ഞാലും എന്താ പറഞ്ഞാലും ഒരു കാര്യമില്ല. അവനിഷ്ടമുള്ള സാധനത്തിനെല്ലാം അവൻ പോയിക്കൊണ്ടുവരും. കണ്ടോ, ഇതിലേക്കൂടെ ഞാൻ എന്തോ ഓട്ടവും ചാട്ടമൊക്കെ എന്നറിയാം. പന്നി എന്തോ വലിപ്പമെന്നറിയാം ഇതിനെ കാണാൻ. ഞാൻ കണ്ടു. കഴിഞ്ഞ ദിവസം ഇതിലേക്കൂടെ ഞാൻ എന്നിട്ടൊരു കല്ലെടുത്ത് എറിയുകയും കൂടെ ചെയ്തു കേട്ടോ. ഞാൻ ഇച്ചിരി പറിക്കുമോ, കുറച്ച് പോച്ചേ ഒരു പിടി മതി. ഇല്ല, ചൂടല്ലേ ഭയങ്കര, ഒന്നും കിട്ടാനില്ല. വേറെയും പോച്ചയൊന്നും ആകെ ഇച്ചിരിയും കിട്ടി. ഇവിടെ ഒന്നുമില്ല. ഇവിടുന്ന് മാറിയേക്കാം. ഇതുവഴിയായിരുന്നു അത് ഇന്നലെ വന്നത്. എന്തോ സ്പീഡിനാണ് വരുന്നത്. ഓടിയൊക്കെ ആയിരിക്കും വരുന്നത്. ഇവിടെയൊക്കെ വന്ന് മണപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നല്ല. ഇവിടെയൊക്കെ പിന്നെ ഒരു ശകലം പൊച്ച നിൽക്കുന്നു. അതിച്ചിരി ഉള്ളിപ്പറിക്കും. ഒരു കുഞ്ഞുപിടി മതി നമ്മുടെ ഒരു മനസ്സമാധാനത്തിന്. നമ്മൾ നോക്കുമ്പോൾ ഇവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നി. നമ്മൾ പറിച്ചെടുക്കാൻ നോക്കുമ്പോൾ ഒന്നുമില്ല. ഇല്ല, പറയാ കിട്ടിയത് ഉണ്ട്. ഒരു കുഞ്ഞുപിടി പോലും ഇല്ല. എല്ലാത്തിനും തീറ്റയൊക്കെ കൊടുത്തതാണ്. തീറ്റയെല്ലാം തിന്നു കഴിഞ്ഞിട്ട് ഓരോരുത്തരെയായിട്ട് ചാടി ഇറങ്ങി ഓടി വരുമോ കേട്ടോ.
ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് തിന്നാനാന്ന് പറഞ്ഞുകൊണ്ട് ചാടി ഓടി വന്ന് കാവലായി. ഗേറ്റിൻ്റെ അവിടെ വന്ന് കാവൽ കെട്ടി ഇങ്ങനെ നിൽക്കുക. നമ്മളങ്ങോട്ട് ചെല്ലാതെ നമ്മളെ അങ്ങ് ഇവിടെ അങ്ങ് പിടിച്ചങ്ങ് നിർത്താനായിട്ട് വന്നേക്കുവോ എല്ലാവരും ഇവിടെ. പൊയ്ക്കോ. ഞാൻ മുയലിനെ കൊണ്ടുവന്നൊരു ശകലം തീറ്റയിട്ടങ്ങ് കൊടുക്കാം. അവന് ഓടി വരുന്നു. കുട്ടോ ബാകുട്ട കുട്ടൻ ഇരിക്കുന്നു. അവൻ പണി തുടങ്ങി. അവനുള്ളത് അവന് കൊടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി മതി അവൻ അവിടെ ഇരുന്നത് തിന്നും. കാബേജിൻ്റെ തൊലി പിന്നെ കൊണ്ടുവരും അജുമോൻ. പിന്നെ ക്യാരറ്റും കാബേജും അങ്ങനത്തെയൊക്കെ കൊണ്ടുവരും. പഴമൊക്കെ കൊടുക്കും. ഇവർക്ക് എപ്പോഴും തിന്നതെന്നിരിക്കുന്നതാണല്ലോ ഇഷ്ടം.